കാമാട്ടുപുരയിൽ നമ്മൾ ചെന്ന സമയം മുതൽ നമ്മളെ ഫോളോ ചെയ്ത് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്ന ഒരു ലേഡിയാണ് ഇതായി പോകുന്നത്. ഒരു മണിക്കൂറിന് 300 രൂപയാണ് അവർ പറയുന്നത്. ഇവരുടെ റേറ്റ് അവർ പറയുന്നത് 5 മിനിറ്റിന് 400 രൂപയാണ്. അവരെ കണ്ടിട്ട് പോലും നമ്മൾ മൈൻഡ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോകാൻ നോക്കിയപ്പോൾ ഇതാ ഇങ്ങോട്ട് വന്ന് ദേഹത്ത് ഇടിച്ചിട്ട് പോവുകയാണ്. ഇതാ ഈ ഒരു ചോറുണ്ട്. അത് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷേ നമുക്ക് ഈ ഒരു തൊഴിലിന് വേണ്ടി നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു നിൽപ്പും നമ്മളെ കാണുമ്പോൾ അവരുടെ ആ ഒരു റിയാക്ഷനും എല്ലാം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ നിൽക്കുന്ന 2 പേരിൽ ആ സാരി എടുത്ത ലേഡി നമ്മളെ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നുണ്ട്. കാരണം അവരെ കണ്ടില്ല എന്നുള്ള രീതിയിൽ അവർ ജസ്റ്റ് നമ്മളെ ഒന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ഇങ്ങനെ നടക്കാൻ കേട്ടോ. പിന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ, അതായത് ഈ ഒരു തൊഴിലിന് വേണ്ടി നിൽക്കുന്ന സ്ത്രീകൾ ഒരിക്കലും നമ്മളെ എല്ലാവരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും ചില ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ കൈകാട്ടി വിളിക്കുകയും അല്ലെങ്കിൽ എന്താണ് ശൂളം അടിച്ച് വിളിക്കുകയും അവർ ഓരോ എക്സ്പ്രഷൻ കാണിച്ച് നമ്മളെ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. കുറച്ച് ആൾക്കാർ മാത്രം അവരുടെ തൊഴിലിന് വേണ്ടിയിട്ട് അവരവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. നമ്മളെ കണ്ടാൽ ജസ്റ്റ് നമ്മൾ നോക്കുന്നു, പിന്നെ അവർ നോക്കാതിരിക്കുന്നു, അത്രയാണ്. പക്ഷേ കുറേ സ്ത്രീകൾ അങ്ങനെയല്ല. നമ്മളെ കാണുമ്പോൾ നമ്മളെ കൈതട്ടി വിളിക്കുകയും അതേപോലെ ശൂളം അടിച്ച് വിളിക്കുകയും പിന്നെ അതേപോലെ നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷനൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ കാണുന്ന ലേഡിയും അതുപോലെയാണ്. നമ്മളെ കണ്ടപ്പോൾ തന്നെ തലയൊക്കെ ചൊറിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ നമ്മളൊന്ന് നോക്കാനും അതേപോലെ എമൗണ്ടൊക്കെ പറയുന്നുണ്ട്. അവർ 200 രൂപയാണ് പറഞ്ഞത്. നമ്മൾ വരുന്നത് കണ്ട ഉടനെ നമ്മുടെ അടുത്തേക്ക്, അതായത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് നടന്നു വരികയും അവർ നമ്മളോട് എമൗണ്ടൊക്കെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അതായത് 300 രൂപ, 200 രൂപ, ലാസ്റ്റ് 200 രൂപയ്ക്കാണ് അവർ പറഞ്ഞത്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കാതെ സംസാരിക്കാതെയൊക്കെ പോകുന്നുണ്ട്. ഈ നിൽക്കുന്ന ലേഡി ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയെന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ ഇതിലേക്ക് വേണ്ടി വിളിക്കുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതിൽ പ്രായമായിട്ടുള്ളവരും അല്ലാത്തുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ഓരോ ഗല്ലിയിലേക്ക് പോകുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് തെരുവിലേക്ക് പോകുമ്പോൾ അവിടെ പ്രായം കുറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജന്റുമാർ, ഇതുപോലുള്ള ഏജന്റുമാരുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടേക്ക് ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ മലയാളികളുണ്ട്. കാരണം നമ്മളെ സംസാരം കേട്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് മലയാളികളുണ്ട്, 1000 രൂപ, 2000 രൂപ, 500 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അതൊക്കെ വെറും ഉടായ്പാണ്. കാരണം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ, അവർ പറയുന്ന റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ ഫുൾ അവർ നമ്മളത് ട്രാപ്പ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അതേപോലെ കണ്ടത് ഈ നിൽക്കുന്നവരൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മളെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞതും ഒരുപാട് ആൾക്കാർ ഇവൾക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ, അവളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലോറിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവൾ പറഞ്ഞത് 5 മിനിറ്റിന് 400 രൂപയാണ്. ഈ ഡ്രൈവർ 300 രൂപ പറഞ്ഞു. പക്ഷേ അവളതിനെ സംഭവിക്കുന്നില്ല. 5 മിനിറ്റിന് 400 രൂപയാണെങ്കിൽ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. आगे चले कपड़ा पहने, मेरा कपड़ा यहाँ फ्रेंड देखिए, इसको सीधे कर लो उल्टे में सीधे करके फटाफट नहा लेते हैं, अरे पहन लेती हूँ। आप लोग लाइक कर दिया।